അപ്പം എൻ്റെ ഡയറക്ടർ പറഞ്ഞത് കണ്ണ് കാണാതെ അഭിനയിക്കേണ്ട റോളാണ്, നമുക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഞാൻ ചെയ്തോളാം അവസാനം, നമ്മുടെ മാക്സിമം നമുക്ക് ട്രൈ ചെയ്ത് ചെയ്യാം. കണ്ണ് കാണാത്ത സീനൊക്കെ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ, അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. അപ്പോൾ അത് മാക്സിമം എത്തിക്കണമെങ്കിൽ നമ്മളത് മാക്സിമം അതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടി തന്നെ ശ്രമിക്കും. അങ്ങനെ കുറേ മലയാള പടങ്ങൾ, കണ്ണ് കാണാത്ത കുറേ ആളുകളുടെ ചിത്രങ്ങൾ കണ്ടു. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ വെച്ചാൽ തമിഴിലെ നെറ്റിക്കണ്ണ് പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ നയൻതാരൻ്റെ ഒരു പടം, അത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ അതൊരു 4-5 പ്രാവശ്യം കണ്ടത്. അന്ധനായിട്ട് അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ സുഖമുള്ള പരിപാടിയാണ്, പക്ഷെ അത് കണ്ണുകൂട്ടി അഭിനയിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാവും അന്ധനാന്നുള്ള സീനുണ്ടായിരുന്നു. നല്ല മഴ, ഞാനെൻ്റെ പാട്ട് ആദ്യമായിട്ട് കേൾക്കുന്നു, അതിൻ്റെ സന്തോഷം കൊണ്ട് ഇവിടുന്ന് പുറത്തേക്ക് പോകുന്നൊരു ഭാഗമുണ്ട്. അപ്പം എങ്ങനെ ചെയ്തിട്ടും അത് കണ്ണ് കണ്ടിട്ട് പോകുന്ന ആളമാതിരി തന്നെ തോന്നി. അപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നുകയും ഞാൻ പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിലും ഈ ഭാഗങ്ങൾ അങ്ങനെ തപ്പിപ്പിടിച്ച് നേരെ പുറത്തേക്ക് പോകുന്നു. അങ്ങനെയാണ് ആ ഒരു സീനിൽ പെട്ടെന്ന് എനിക്ക് ചെയ്യാൻ പറ്റിയത്. കുറച്ച് റിസ്ക്കുള്ള കാര്യമാണ്, ഭയങ്കര രസമുള്ള കാര്യമാണ്. സത്യത്തിൽ ഈ സിനിമയിൽ വളരെ ഡെപ്തുള്ളൊരു ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വേഷമാണ് ചെയ്യുന്നത്. പിന്നെ പ്രധാന വേഷം ചെയ്യുന്ന നമ്മുടെ ദിലീഷ് ഭായ്. അപ്പം ഈ ദിലീഷ് ബോധനായിട്ട് ഞാൻ ഓരോ സംഭവം ചെയ്യുമ്പോഴും ഓരോ ഡയലോഗ് പറഞ്ഞ് കഴിയുമ്പോഴും എങ്ങനെയുണ്ട് കുഴപ്പമില്ലല്ലോ എന്ന് ചോദിക്കുന്ന സമയത്ത് വളരെ സൗഹൃദത്തോടു കൂടി അങ്ങനെ പറയുന്നത് ഒരു കുഴപ്പമില്ല, നന്നായിട്ട് തന്നെയാണ്. ഇത്തരം കുറേ സംഭവങ്ങൾ എനിക്ക് ഒരുപാട് ഇതിനു വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്. അതൊക്കെ തന്നെ സത്യം പറഞ്ഞാൽ ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്.